വേദികളിങ്ങനെ നമ്മുടെ സർവകലാശാലയിലേക്ക് നമ്മുടെ സ്റ്റോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുന്നുണ്ട്. മറ്റൊന്ന് കൊല്ലം ഇന്ന് കലോത്സവത്തിൽ പോയിന്റ് നിലയിലൊക്കെ ഇത്തിരി വ്യത്യാസപ്പെട്ട് പിന്നിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ കൊല്ലം കളറാക്കുന്നതിൽ കൊല്ലക്കാർ വലിയ പങ്കാണ്. അത് ഈ ആശ്രമം ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ രാജേഷിനും അഭിരാമിനും ഒക്കെ മനസ്സിലാവുന്നുണ്ടാവും. കാരണം ഗംഭീരമായിട്ട് കലോത്സവം നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ തന്നെ ചൂടും വെയിലും ഒന്നും ഒരു പ്രശ്നമേ അല്ല. വേണ്ട സഹായങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കേരള പോലീസും രംഗത്തുണ്ട്. എല്ലാവരും കളറാക്കിക്കൊണ്ട് കലോത്സവം കളറാക്കിക്കൊണ്ട് ഗംഭീരമാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ഇവിടെ നമ്മുടെ ഇപ്പോൾ വേദിയിൽ നമുക്കിപ്പോൾ ഒരു കൊച്ചു കലാകാരൻ എത്തിയിട്ടുണ്ട്. ആ കലാകാരൻ എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചു കലാകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗുരു വലിയ കലാകാരനാണ്. ഗുരു മട്ടന്നൂർ ശിവരാമൻ മാരാരാണ്. അദ്ദേഹം മട്ടന്നൂർ ശങ്കരകുട്ടിമാരാരുടെ അനുജനാണ്. അദ്ദേഹം നമ്മളോടൊപ്പം വേദി ഇവിടെയുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള രാജീവ് കലാഭാരതി ഉണ്ട്. അവരും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇവരുടെ ശിഷ്യനായിട്ടുള്ള ആളാണ് നമ്മുടെ അതിഥിയായിട്ട്. മാത്രമല്ല ആശാനും നമ്മുടെ അതിഥി തന്നെയാണ്. ആശാനെ, ഈ കലോത്സവം വേദികളിൽ ഗംഭീരമായി മത്സരങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഈ മത്സരങ്ങളെ, ഈ വാദ്യമേളങ്ങളുടെ മത്സരങ്ങളെ ആശാൻ ഈ മത്സര വേദിയിലേക്ക് വന്ന് നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇവിടെ മത്സരിക്കുന്ന കുട്ടികളൊക്കെ നല്ല കഴിവുള്ള കലാകാരന്മാർ കുട്ടികളാണ്. കാരണം ഇതിനോട് അവരൊരു മത്സരത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് പഠിച്ച് ഒരുപാട് വേദികളിൽ തായമ്പകി മേളവും അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊരു മത്സരത്തിന് വേണ്ടി മാത്രം പഠിക്കുന്നില്ല, ഇത് ഒരു കലയായിട്ട് അംഗീകരിച്ച് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കൂടി. ഇന്നിപ്പോൾ ഇവിടെ വന്ന് എ ഗ്രേഡ് നേടിയ കുട്ടി തായമ്പക പഠിച്ച്, അതുമാത്രമല്ല ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എൻ്റെ അഭാവത്തിൽ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കഴിവും കൂടി അയാളെ കാണുന്നുണ്ട് ഞാൻ. വെറുതെ കൊട്ട് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു കഴിവ്, അതിനൊരു കഴിവ് വേണം. അങ്ങനെയുള്ളൊരു കുട്ടിയെ ഇന്നിപ്പോൾ ഈ വേദിയിൽ ഇവിടെ വന്ന് അയാൾ സംസ്ഥാന യുവജനോത്സവത്തിൽ ആദ്യമായിട്ട് മത്സരിക്കുക. അതിൽ തന്നെ ഇപ്പോൾ കണ്ണൂർ മത്സരിച്ചപ്പോൾ അവിടെ ഒരു പത്ര റിപ്പോർട്ട് കൊടുത്ത തന്നെ നല്ലൊരു ഇതായിരുന്നു കൊടുത്തത്. എന്തായിരുന്നു പറഞ്ഞത്? ആദ്യ വേദിയിൽ തന്നെ അല്ല, ഒരു ഭാഷ പറഞ്ഞിരുന്നു. അതിലൊരു നല്ലൊരു ഇത് പറഞ്ഞു. ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ അതിൽ തന്നെ എ ഗ്രേഡ് നേടി സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുക്കാനും പറ്റി. ഇവിടെ വന്ന് എ ഗ്രേഡ് നേടിയിട്ടുണ്ട് ആ കുട്ടി. ആള് കണ്ടാൽ ചെറുതേ ഉള്ളൂ, കലയിൽ വലിയ ആളാണ്. ആശാന്റെ ശിഷ്യന്മാരെ സംസ്ഥാനം ഒട്ടാകെ ഇങ്ങനെ വ്യാപിച്ചിടങ്ങും. അതിലെ മുതിർന്ന ശിഷ്യന്മാരിൽ ഒരാളാണ് രാജീവ് കലാഭാരതി. രാജീവ് കലാഭാരതിയുടെ ശിഷ്യന്മാർ എല്ലാ വർഷവും വേദികളിൽ സമ്മാനവുമായി വന്നു കഴിഞ്ഞാൽ സമ്മാനവുമായാണ് മടങ്ങുന്നത്. പലർക്കും രാജീവ് കലാഭാരതിയുടെ ശിഷ്യന്മാർ വേദിയിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഭയമാണ്, ഈ പ്രത്യേകിച്ച് തെക്കൻ മേഖലയിൽ. അപ്പോൾ രാജീവ് കലാഭാരതി എന്താണ്, എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ മത്സരങ്ങളെയൊക്കെ? അല്ല, ഈ വർഷം നമ്മുടെ കൊല്ലം ജില്ലയിൽ സംസ്ഥാന കലോത്സവം അതിൽ ഏറെ അധികം അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എൻ്റെ വിദ്യാർത്ഥികളോ സ്റ്റുഡൻസോ ആരും ഇപ്രാവശ്യം മത്സരത്തിനില്ല. ഞാനും എൻ്റെ വിദ്യാർത്ഥികളും കാഴ്ചക്കാരെ പോലെയാണ് എത്തി. ഈ വന്ന ആൾക്കാരെയെല്ലാം, എൻ്റെ ഗുരുനാഥന്മാരെയും കൂട്ടുകാരെയും അവരുടെ ശിഷ്യന്മാരെയും എൻ്റെ ശിഷ്യന്മാരെയും ഒക്കെ അവരെയൊക്കെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് പരമാവധി അവരിൽ ഒരാളായി ഒരു സംഘാടക സമിതിയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും സംഘാടകരായി തന്നെ ഇവിടെ മുന്നോട്ട് പോകും. ഓട്ടപ്പാച്ചിലുകളിനൊക്കെ ഒരു വിധ കുറഞ്ഞ് വേദികളിൽ മത്സരം കാണാനുള്ളൊരു. അതെ 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 തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ആശാന്റെ ശിഷ്യൻ കണ്ണൂരിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. മോൻ്റെ അടുത്ത് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ഏത് തായമ്പകയിലെ ഏത് ഗ്രേഡ് കിട്ടി? എ ഗ്രേഡ്. മിടുക്കനാ. എനിക്ക് ഈ പ്രായത്തിലുള്ള ഏറ്റവും കുറഞ്ഞ മത്സരാർത്ഥിയും കൂടെ ആയിരുന്നിരിക്കും അല്ലേ? അതെ. നമുക്ക് പേരെങ്ങനെയാ മോൻ്റെ? ഗൗരി ശങ്കർ. എവിടുന്നാ വരുന്നത്? ഏത് സ്കൂളാണ്? ഞാൻ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. കണ്ണൂരിൽ നിന്നുള്ള മേളം. രാജേഷ്, അഭിരാമി, നമുക്ക് അഭിരാമിന്റെ മേളം ഒന്ന് കേട്ടിട്ട് പേരെങ്ങനെയാ മോനെ? ഗൗരി ശങ്കർ. ഗൗരി ശങ്കറിന്റെ മേളം ഒന്ന് കേട്ടിട്ട് വന്നാലോ?